നമുക്കിന്നേ റംബൂട്ടാൻ വിളവെടുത്താലോ? ഞാൻ ഒരു പ്രാവശ്യം വിളവെടുത്തതാണ്. അപ്പോൾ അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടെടുക്കാന്ന് വെച്ചിട്ട് ഒരു കൊല്ലം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചാലോ? ഇതാണ് കേട്ടോ നമ്മുടെ റംബൂട്ടാൻ്റെ മരം. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ. അല്ലോ, ആകെ ഒരു കൊല ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒരു കൊല ഉണ്ടായിരുന്നു ഓൾറെഡി. അത് നമ്മൾ നേരത്തെ പറിച്ചേക്കണം. പക്ഷെ അന്ന് മുഴുവൻ പഴുക്കാത്ത കാരണം വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെ പറിക്കുമ്പോൾ ഫുള്ള് റെഡ് കളറായിട്ട് പറിക്കാണ്. അപ്പോൾ ഇതിപ്പോൾ പറിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറിക്കും? ഇവിടെ ഇത് പറിക്കാനുള്ള തോട്ടിയില്ല. അപ്പം നമുക്ക് അപ്പുറത്തെ സുഹൃത്താടെ വീട്ടിൽ പോയി ചോദിച്ചു നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആരും കാണില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ടൊന്ന് വീഡിയോ ഇട്ട് നോക്കിയേ, അപ്പോഴാണ് മനസ്സിലാവാൻ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുന്നത്. കാരണം അപ്പോൾ ചോദിക്കും ഞങ്ങൾക്കില്ലേ എന്ന് ചോദിച്ച് മെസ്സേജ് വരും. അങ്ങനെ നമുക്ക് തോട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് എത്തോ ഇല്ലയോ എന്നറിയില്ല. അപ്പം ഇനി നമുക്ക് പറിക്കാം. കിട്ടി ഗൈസ്. കുറച്ച് താഴെ വീണ്, ബാക്കി നമുക്ക് നോക്കാം. തിരിച്ചു നോക്കാം. അങ്ങനെ വളരെ വിജയകരമായിട്ട് നമ്മൾ റംബൂട്ടാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല റെഡ് കളറായിട്ട് ഇരിപ്പുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. നല്ല അടിപൊളി മധുരം കേട്ടോ. അന്ന് പറിച്ചപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പം അത്രയുള്ള വീഡിയോ. ബൈ.